സമയത്ത് ഒരിക്കലും ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യരുത്, ക്ലച്ച് നമ്മൾ കൊടുക്കരുത്. ക്ലച്ച് കൊടുക്കുമ്പോൾ വണ്ടീൻ്റെ കുറച്ചൊരു മുന്നിൽ ഇരിക്കണം. ക്ലച്ച് കൊടുക്കുമ്പോൾ വണ്ടീൻ്റെ സ്പീഡ് കൂടും. അപ്പോൾ ഗിയർ എന്നുള്ള എന്താണോ ആ ഒരു കണക്ഷനെ അതിനെ സപ്ലൈ ചെയ്യില്ല. ടയറിന് ഒന്നും കൂടി വേഗത കൂടുകയാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഇറക്കത്തൊക്കെ വണ്ടി സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ക്ലച്ച് ഉപയോഗിക്കുക, ആദ്യം നമ്മൾ ബ്രേക്ക് ഉപയോഗിക്കുക. ഇന്ന് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് അബീനൊപ്പമാണ്. അപ്പോൾ അബിക്ക് കുറച്ച് ദിവസത്തെ ക്ലാസ്സൊക്കെ നമ്മൾ കൊടുത്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അടുത്തിരിക്കുന്ന ആളിലും ഡ്രൈവ് സീറ്റ് വന്നിട്ടില്ലെങ്കിൽ ഓർമ്മിപ്പിക്കേണ്ടത് നമ്മൾ ചെയ്യേണ്ടതാണ്. വരുന്ന പോർച്ചുഗൽ തന്നെ വണ്ടി നിർത്താണ്ട് ഒരു ഗിയർ ഡൗൺ ചെയ്ത് ഒരു 50 മീറ്റർ കഴിഞ്ഞിട്ട് കൊണ്ട് നിർത്തിയാൽ മതി. റോട്ടേഡ് നിർത്തുമ്പോൾ ബ്രേക്കൊക്കെ നോക്കണം. ആക്സിഡന്റ് കൊടുക്കുന്നില്ല, അതാ വണ്ടി ഓഫായി പോകുന്നത്. കുറച്ചുകൂടി ഹാൻഡ് ബ്രേക്ക് ആ ഒരു കുറച്ച് ഗ്ലാസ് കൊടുക്കുന്നത്. ഇനി ഹാൻഡ് ബ്രേക്കിന് മാത്രം യൂസ് ചെയ്താണ്. ഹാൻഡ് ബ്രേക്ക് നമ്മുടെ ലോഡ് കൂടുമ്പോൾ ആക്സിലേറ്ററിൽ പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ കൂടുതലായിട്ട് കൊടുക്കണം. നമ്മുടെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ലോഡ് കൂടുമ്പോൾ സ്ട്രെച്ച് ചെയ്തുകൊണ്ടിരിക്കും. റോട്ടിലായില്ലേ അല്ല സ്റ്റോപ്പ് ചെയ്യുന്ന പറയുമ്പം നമുക്ക് ഇതൊക്കെ അത്രയും പാർക്കിംഗ് ഉണ്ട്. ഇപ്പൊ ഓവർടേക്ക് ചെയ്യുന്നുള്ള സൈൻ ബോർഡില്ലേ, അതും കഴിഞ്ഞിട്ട് നിർത്തിയാൽ മതി. നിർത്തുക ഉദ്ദേശിക്കുന്ന റോഡിലേ നിർത്തുന്നില്ല, റോഡ് വിട്ട് പാർക്ക് ചെയ്യുന്നുണ്ടോ, വണ്ടി റോഡിലാണോ, അതൊക്കെയാണ് നോക്കുന്നത്. ശ്രദ്ധിക്കണം, എന്നാലാണ് ആ സൈഡ് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അതല്ല
വെച്ചാൽ സ്റ്റാർട്ട് എന്ത് ചെയ്യണമായിരുന്നു? നീ അങ്ങനെ എടുക്കാനും പാടില്ലായിരുന്നു. അടുത്ത ജസന്റെ ഇൻഡിക്കേറ്റർ നീ ആ ട്രാക്ക് മാറി ഇപ്പൊ എന്ത് ചെയ്യണമായിരുന്നു? ആ റൈറ്റ് ഔട്ട് ഇൻഡിക്കേറ്റർ ഇടണമായിരുന്നു. അല്ലെങ്കിൽ കയറാൻ പാടില്ല. ആ വണ്ടീന്റെ ലെഫ്റ്റ് സൈഡ് ചേർത്തിട്ട് പിന്നെ പെട്ടെന്ന് റൈറ്റ് ഔട്ട് പിടിക്കുകയും ചെയ്തു. അതൊരിക്കലും ചെയ്തില്ല. ഇവര് ഇന്ന് ഓവർടേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. നീ വരുന്നുണ്ടോ? നീ സ്പീഡ് കുറച്ച് കഴിഞ്ഞാൽ അവര് ഓവർടേക്ക് ചെയ്തില്ല. റോഡ് കാണാത്തോണ്ട് നീ നേരെ ബ്രേക്ക് വിട്ട് വീണ്ടും സ്പീഡ് കുറയ്ക്കരുത്. കുറച്ചും കൂടെ സ്പീഡ് കുറയ്ക്കരുത്. അവര് കയറാൻ നിന്നു. വീണ്ടും റോങ് സൈഡ്. സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞിട്ട് വരുന്ന ഗേരിൽ എടുക്കാൻ പറ്റും. പേരില്ല പോകുന്നുണ്ടോ? നാളെ വണ്ടി ഇവിടെ വണ്ടി വൈപ്പറുണ്ടോ? ഇവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യും. ഇവിടെ നമുക്ക് ആദ്യം ബ്രേക്ക് ഔട്ട് ആദ്യം വന്നാൽ വണ്ടീൻ്റെ സ്പീഡിനെ കൂടാനുള്ള സാധ്യത കുറവാണ്, കയറ്റമായതുകൊണ്ട്. തിരിച്ച് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ അങ്ങനെയല്ല. എന്നാൽ ഫസ്റ്റ് ബ്രേക്കിൻ്റെ കൊണ്ടോട്ട് കാല് വരിക. നോക്കട്ടെ, ട്രാൻസ്പോർട്ടിംഗ് ഉണ്ടോ? ചിലപ്പോൾ വളവല്ലൊക്കെ ആകുമ്പോൾ അങ്ങനെ വണ്ടി വരുന്നുണ്ടോയെന്ന് അറിയത്തില്ല.
നീ ഇപ്പോഴും ഫസ്റ്റ് ക്ലച്ചിന്റെ പെടലോട്ട് കാല് വരുന്നത്. ആദ്യം ബ്രേക്കാണ്. ഇൻഡിക്കേറ്റർ ഇട്ടു. ഇവിടെ കാണില്ല, അങ്ങ് പറഞ്ഞുതരാം. വണ്ടി സ്റ്റോപ്പ് ചെയ്തു. വണ്ടി വരുന്നുണ്ട്. എടുക്കുക വേണ്ട. ഇവിടെ ഓഫ്. അവിടുന്ന് വണ്ടി വരുന്നുണ്ട്. ഇവരൊക്കെ ഇൻഡിക്കേറ്റർ ഇട്ടായിരുന്നു നമുക്ക് പോകാമായിരുന്നു. ഇതാണ് പറയുന്നത് 50 മീറ്റർ മുന്നേ ഇൻഡിക്കേറ്റർ തന്നു. തിരിയുമ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്തില്ല. എടുത്തോ, ആക്സിഡന്റ് വിട്ടു. ഇവിടുന്ന് ഒരു ബൈക്ക് കുറച്ച് പതുക്കി വെച്ചു. ആക്സിഡന്റ് വിട്ടു. ആ വണ്ടിയൊക്കെ എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളാ വെയിറ്റ് ചെയ്യണ്ടായിരുന്നു. നേരെ പോകുന്നു വിചാരിച്ചിട്ടല്ല നമ്മൾ ആ വണ്ടി പോകാൻ വേണ്ടി കാത്തിരുന്നു. അതാണ് നമ്മളെപ്പോഴും ഒരു 50 മീറ്റർ മുന്നേ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. സ്പീഡാക്കണം. ഓക്കെ ഓക്കെ. ബ്രോക്കറോടൊന്ന് ശ്രദ്ധിച്ചായിരുന്നോ? ആൾക്കാർ വരും, വണ്ടി വരും. ലെഫ്റ്റ് സൈഡ് കമ്പനി ലെഫ്റ്റ് സൈഡിലോട്ട് പോകണം. നീ തെറ്റാണ് ചെയ്യുന്നത്. നീ ഫസ്റ്റ് ക്ലച്ചിന്റെ പെടലോട്ടാണ് കാല് വരുന്നത്. ബ്രേക്കിന്റെ പെടലേക്ക് കാല് തട്ടെ. ഓക്കെ, സ്പീഡിനെ പറയണ്ട, പതുക്കെ ചെയ്താൽ മതി. ഓക്കെ, നീ ക്ലച്ചിനെ കൊടുക്കുക. എന്തായാലും അവിടെ നിർത്തിയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഒരിക്കലും സെക്കൻഡ് ഗിയറിൽ എടുക്കാൻ പറ്റില്ല. അത്ര കുറച്ച് മുന്നോട്ട് ആ വണ്ടി പോകുന്നോട്ട് പോട്ടെ. ഓക്കെ, അവിടെ നമ്മൾ സെക്കൻഡ് ഗിയറിലോ അല്ലെങ്കിൽ പിന്നെ തേർഡ് ഗിയറിൽ ഇട്ട് കാര്യമില്ല. നിന്ന ശേഷം ഫസ്റ്റ് ഗിയറിൽ ഇട്ട് എടുക്കും. അതെ, കുറച്ച് തീരി. ആ സൈഡ് ചേർന്ന് പോകുന്ന വണ്ടിയാ. ബ്രേക്കിന്റെ വല്ല കിട്ടില്ല. ഓക്കെ, റൈറ്റിലോട്ട് അടി. ഓക്കെ, മാറി. ഒന്ന് സ്റ്റോപ്പ് ചെയ്യും. ബ്രേക്കിൽ നിന്ന് കാല് ഫ്രീ ആക്കണം. അതൊന്ന് ബ്രേക്കിൽ നിന്ന് കാല് ഫ്രീ ആക്കി. എന്താ ആ ബ്രേക്ക് ചവിട്ടിട്ട് നീ ബ്രേക്കിൽ നിന്ന് കാല് ഫ്രീ ആക്കിയില്ലേ? അപ്പൊ അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യും. പ്രശ്നം കൊടുക്കും. അതെ, അങ്ങനെ കേട്ടോ. ആ എടുക്കും.